എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഈ ചാനലിലെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ഉണ്ണിയപ്പമാണ്. അതിനായിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പച്ചരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച പച്ചരിയാണ്. പിന്നെ ചക്കച്ചോള ഉപയോഗിച്ചിട്ടുണ്ട്. പച്ചരി 1 കപ്പാണ്. കോക്കനട്ട് ഫ്ലേക്സ് 2 ടേബിൾ സ്പൂൺ, സോൾട്ട് 1 പിഞ്ച്, കാർഡമൻ പൗഡർ 2 ടീസ്പൂൺ, ഏലക്കാപ്പൊടി, പിന്നെ ബേക്കിംഗ് സോഡ 1 പിഞ്ച്, ജാഗരി സിറപ്പ് 1/2 കപ്പ്, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 2 കപ്പ് ജാഗരി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ജാഗരി സിറപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ അരി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ജാഗരി സിറപ്പും കുറച്ച് ചക്കച്ചോളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത്തിരി തരിയുള്ള പോലെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ശർക്കര മധുരം അനുസരിച്ച് വേണമെങ്കിൽ പൊടി കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1/2 കപ്പോളം ശർക്കര പാനിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്ത ബാറ്റർ ഒരു 6 മണിക്കൂറോളം മാറ്റി വയ്ക്കണം. അതിനു മുമ്പായി നമുക്ക് ഈ അരച്ചു വെച്ച ബാറ്ററിലേക്ക് കാർഡമൻ പൗഡറും 1 പിഞ്ച് സോൾട്ടും പിന്നെ ബേക്കിംഗ് സോഡയും തേങ്ങാക്കൊത്തും ഒക്കെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. 6 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ബാറ്റർ എടുത്ത് ഉണ്ണിയപ്പം തയ്യാറാക്കാം. നെയ്യും എണ്ണയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ഓരോ കുഴിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് 1 പിഞ്ച് ഗീയും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ എള്ള് ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ എള്ള് ആഡ് ചെയ്യാത്തത്. എള്ളുണ്ടെങ്കിൽ എള്ളും കൂടി ആഡ് ചെയ്താൽ നല്ലതാണ്. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്താണ് വെക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ ഉണ്ണിയപ്പത്തിൻ്റെ നടുവിൽ നമുക്കിങ്ങനെ മാവ് പുറത്തേക്ക് ഇങ്ങനെ തുളുമ്പി വരുന്ന കാണാൻ പറ്റും. ആ മാവ് എല്ലാം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഉണ്ണിയപ്പം അതുപോലെ ഇടയ്ക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് വേവുന്ന വരെ നമ്മളത് തിരിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം. ഞങ്ങളുടെ അവിടെ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഉണ്ടാക്കുന്നൊരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഉണ്ണിയപ്പത്തിൻ്റെ പാത്രത്തിൽ എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് ചൂടായി വരുമ്പോഴാണ് നമ്മൾ അടുത്ത റൗണ്ട് ബാറ്റർ ഇട്ട് കൊടുക്കുന്നത്.
അടുത്ത റൗണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചും കൂടി ഉണ്ടായുള്ളൂ ബാറ്റർ. ലാസ്റ്റ് ബാച്ചാണിത്. ഞാൻ പറഞ്ഞ പോലെ ഇത് വേവുന്നവരെ നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗവും വെന്തു എന്ന് ഉറപ്പ് വന്നിട്ട് വേണം നമ്മളിത് വാങ്ങാൻ. വളരെ ടേസ്റ്റിയാണ്. ഞാൻ എപ്പോഴും പഴം കൊണ്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാറ്. ഇതിപ്പോൾ ഞാൻ ചക്ക കൊണ്ട് ഉണ്ടാക്കി. നല്ല രുചിയാണ്. പിള്ളേർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഷിജി ഒരുപാട് താങ്ക് യു കേട്ടോ. ഷിജിയാണ് എനിക്ക് ഈ ഒരു റെസിപ്പിയുടെ ഐഡിയ പറഞ്ഞു തന്നത്. എനിക്കറിയില്ലായിരുന്നു ചക്ക കൊണ്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം.